Hello everyone. 8th, 9th, 10th ക്ലാസ്സുകളിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് CBSE നടത്തുന്ന ആര്യഭട്ട ഗണിത് ചലഞ്ചിന്റെ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ പറഞ്ഞ ക്ലാസ്സുകളിൽ പഠിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു ഇൻഫർമേഷൻ ഈ ഒരു വീഡിയോ പെട്ടെന്ന് എത്തിച്ചു കൊടുക്കുക. ഇത് അവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ചലഞ്ച്, ഇത് ആർക്കൊക്കെയാണ് ഈ ഒരു ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുക, അതിൻ്റെ എലിജിബിലിറ്റി എന്തൊക്കെയാണ്, അത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ നടക്കുന്നത്, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം ഈ ചലഞ്ച് എത്ര ലെവലുകളായിട്ടാണ് നടക്കുന്നത്. ഓക്കെ, ഇതിന്റെ ലെവൽസ് അല്ലെങ്കിൽ സ്റ്റേജസ് ഓഫ് ചലഞ്ച് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ മെയിൻലി 2 ലെവൽസിലായിട്ടാണ് ഈ ഒരു ചലഞ്ച് നടക്കുന്നത്. ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് സ്കൂൾ ബേസ്ഡ് ആണ്. നിങ്ങളുടെ സ്കൂളിലുള്ള സ്റ്റുഡൻസിനെ വെച്ചിട്ടായിരിക്കും ഫസ്റ്റ് ലെവൽ നടക്കുക. അത് ഒരു പെൻ ആൻഡ് പേപ്പർ മോഡലുള്ള രീതിയിലായിരിക്കും നടക്കുന്നത്. ഇനി അതിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെടുന്ന സ്കൂളിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെടുന്ന ആളുകളെ വെച്ചുകൊണ്ട് ലെവൽ 2 നടക്കും. ലെവൽ 2 ഒരു നാഷണൽ ലെവലിലുള്ള ചലഞ്ചാണ്. അതിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിരിക്കും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്കൂൾ ലെവൽ നടക്കും, പിന്നെ അതിൽ സെലക്ട് ചെയ്യപ്പെടുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും, നാഷണൽ ലെവൽ നടക്കും. ഇനി ഈ സ്കൂൾ ലെവലിൽ എങ്ങനെയാണ് നടക്കുക എന്നുള്ളത്, ഫസ്റ്റ് ലെവൽ ഈ സ്കൂൾ ലെവലിൽ ആർക്കൊക്കെയാണ് ഇതിന് എലിജിബിൾ ആയിട്ടുള്ള ആളുകൾ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെ. സ്കൂൾ ലെവലിൽ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കൂൾ CBSE അഫിലിയേറ്റഡ് സ്കൂൾ ആണെങ്കിൽ ആ സ്കൂളിൽ പഠിക്കുന്ന 8th, 9th, 10th ക്ലാസ്സിലെ സ്റ്റുഡൻസ് ഈ ഒരു ചലഞ്ചിന് എലിജിബിൾ ആണ്. ഓക്കെ, നിങ്ങളുടെ സ്കൂളിലുള്ള 8th, 9th, 10th ക്ലാസ്സിലെ സ്റ്റുഡൻസ് അവരിൽ നിന്ന് നടക്കുന്ന ആ ലെവൽ 1ൽ നിന്ന് കിട്ടുന്ന ടോപ്പ് 3 സ്റ്റുഡൻസിനെയാണ് നാഷണൽ ലെവൽ കോമ്പറ്റീഷനിലോട്ട് അല്ലെങ്കിൽ നാഷണൽ ലെവൽ ചലഞ്ചിലോട്ട് സെലക്ട് ചെയ്യപ്പെടുക. സോ ടോപ്പ് 3 സ്റ്റുഡൻസ് ഫ്രം ഈച്ച് അഫിലിയേറ്റഡ് സ്കൂൾ രജിസ്റ്റേർഡ് ഫോർ ദ ഫസ്റ്റ് സ്റ്റേജ്. അതായത് ഫസ്റ്റ് സ്റ്റേജിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഓരോ CBSE അഫിലിയേറ്റഡ് സ്കൂളിൽ നിന്നും ടോപ്പിൽ വരുന്ന 3 ആളുകളെയാണ് എങ്ങോട്ട് സെലക്ട് ചെയ്യുക, സ്റ്റേജ് 2 ലെവൽ 2ലോട്ട് സെലക്ട് ചെയ്യുക. ഓക്കെ ആണല്ലോ. ഇനി ഏതൊക്കെ ഏരിയാസ് ആണ് അതിൻ്റെ ഒരു അസസ്മെന്റിൽ വരിക, അതായത് ഈ ഒരു പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ഈ ഒരു ചലഞ്ചിൽ ഏതൊക്കെ ഏരിയാസ് ആയിരിക്കും നിങ്ങൾ കവർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദ ക്വസ്റ്റ്യൻസ് വിൽ അസസ് ദ എബിലിറ്റി ഓഫ് ദ സ്റ്റുഡൻസ് ടു അപ്ലൈ ദ ഫോളോയിങ് കോൺസെപ്റ്റ്സ് ഓർ ഏരിയാസ് ഇൻ ദിയർ ഡെയിലി ലൈഫ്സ് എന്നുള്ള. അതായത് നമ്മൾ മാത്തമാറ്റിക്സ് പഠിക്കുന്ന വളരെ ഫണ്ടമെന്റൽ ആയുള്ള കാര്യങ്ങൾ, ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ ഒരുപാട് പ്രോബ്ലംസിലൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഈ ഒരു എക്സാമിന്റെ സിലബസിൽ വരുന്നത്. നമ്പർ സിസ്റ്റം ആൻഡ് നമ്പർ സെൻസ്, മെഷർമെന്റ്സ്, ജോമെട്രി ആൻഡ് സ്പേഷ്യൽ സെൻസ്, data analysis and probability, algebra, analytical, creative and abstract thinking, visualization and representation of mathematics around us, strategic thinking, mathematization and ഭാരതീയ ഗണിത്. ഇത്രയും കാര്യങ്ങളാണ് എന്ത് അതിൻ്റെ ഒരു സിലബസിൽ വരുന്നത്. ഇത് നമുക്ക് ഓരോന്നും എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല, ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ്. പേര് നിന്നത് തന്നെയാണ് ഫണ്ടമെന്റൽ കാര്യങ്ങളാണെന്നുള്ളത് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ് അല്ലെ. ഇനി ഇതിൻ്റെ ഒരു ടെസ്റ്റ് ഡ്യൂറേഷനും ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ആൻഡ് ടോട്ടൽ മാർക്സും എത്രയാണെന്നുള്ള. അപ്പോൾ 2 ലെവലിലും ലെവൽ 1ലും ലെവൽ 2ലും ഒരേ മെത്തേഡിലാണ് നടക്കുക. അതിൽ 1 hour ആയിരിക്കും ആ ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കുക. അതിന് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 1 hour ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആൻഡ് അതിന് ടോട്ടൽ വെയിറ്റേജ് 40 മാർക്സ് ആയിരിക്കും. ആൻഡ് അവിടെ എന്തുണ്ടായിരിക്കില്ല, നെഗറ്റീവ് മാർക്കിംഗ് ഒന്നും ഇല്ല. സാധാരണ എൻട്രൻസ് എക്സാമുകൾക്കൊക്കെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവാറുണ്ട്. ഇവിടെ എന്തില്ല, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. 40 മാർക്സിന് 1 hourന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആയിരിക്കും 2 സ്റ്റേജിലും നടക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ. ഇനി ഇതിന്റെ പ്രോസസ് ഓഫ് കണ്ടക്ട് ഓഫ് ടെസ്റ്റ് ആൻഡ് സെലക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഇത് കുറച്ച് ഡീറ്റെയിൽസ് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റേജിൽ ഓരോന്നിനെയും ഓരോ ഡീറ്റെയിൽസ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയ കാര്യങ്ങളാണ്. ഫസ്റ്റ് സ്റ്റേജിലേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, ഓരോ അഫിലിയേറ്റഡ് സ്കൂളുകളും CBSE അഫിലിയേറ്റഡ് ഓരോ സ്കൂളുകളും എന്ത് ചെയ്യണം, ആദ്യം അപ്ലൈ ചെയ്യണം. അതായത് www.cbse.nic.in എന്നുള്ള വെബ്സൈറ്റിലോ അല്ലെങ്കിൽ www.cbse.academic.nic.in എന്നുള്ളതിൽ കയറിയിട്ട് എന്ത് ചെയ്യണം, 15th നവംബറിന് മുന്നേ ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. 15th നവംബർ ഈവനിങ് 5:30 PM മുന്നേ ആയിട്ട് എന്ത് ചെയ്യണം, അവർ ഫസ്റ്റ് സ്റ്റേജിന് അവർ രജിസ്റ്റർ ചെയ്യണം. അതിന് ഫീസ് ഒന്നുമില്ല, ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം. ഇനി ഡ്യൂറിംഗ് ദ പീരിയഡ് ഫ്രം 16th to 21st November 2022 എ ക്വസ്റ്റ്യൻ പേപ്പർ വിൽ ബി മെയ്ഡ് അവൈലബിൾ ടു ദ രജിസ്റ്റേർഡ് സ്കൂൾസ് വിത്ത് ആൻസർ കീ ത്രൂ ദ പോർട്ടൽ എന്നുള്ള. അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്കൂൾസിന് എന്ത് ചെയ്യും, അവർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വിത്ത് ആൻസർ കീ കൊടുക്കും. അപ്പോൾ സ്കൂളുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി registered schools will conduct the test by using the question paper to identify the top 3 students. Top 3 students ആരാണ് സെലക്ട് ചെയ്യുക, സ്കൂളുകാരാണ് സെലക്ട് ചെയ്യുക. ഓക്കെ, in case more than 3 students score same marks at the top level, a suitable screen test may be conducted by the schools at their own level to identify top 3 students. ഇപ്പോൾ 3 ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിലോട്ട് സെലക്ഷൻ കിട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ കൂടുതൽ ആളുകൾക്ക്, ഇപ്പം 4 പേർക്ക് കിട്ടി, അതായത് ഒരേ സെയിം മാർക്കുള്ള ആളുകൾക്ക്, അപ്പോൾ അവരെ ഒന്നും കൂടെ സ്ക്രീൻ ചെയ്യാൻ എന്ത് ചെയ്യണം, നമ്മളൊരു അഡീഷണൽ ടെസ്റ്റ് സ്കൂൾ നടത്തണം എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത്, സ്കൂൾ ഷാൾ രജിസ്റ്റർ ദ നെയിംസ് ഓഫ് ദീസ് ടോപ്പ് 3 സ്റ്റുഡൻസ് ബൈ പേയിങ് ഓൺലൈൻ ഫീ ഓഫ് 900 rupees ഡ്യൂറിംഗ് 28th November to 10th December 2022. അപ്പോൾ ടോപ്പ് 3 സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നാഷണൽ ലെവലിലോട്ടുള്ള ചലഞ്ചിന് അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു ഫീ ഉണ്ട്, അത് 900 rupees ആണ്. ഓക്കെ, ദ ലിങ്ക് ഫോർ പേയിങ് ഓൺലൈൻ ഫീ can be
can be only be assessed by the schools that are registered for the Aryabhaṭa Ganit Challenge AGC before the last date. Okay, ആ ഡേറ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് നോക്കിയിട്ട് എന്ത് ചെയ്യണം, അപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇനി സെക്കൻഡ് സ്റ്റേജിന്റെ കാര്യത്തിലോട്ട് നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വിൽ ബി കണ്ടക്ടഡ് ബൈ ദ ബോർഡ് ഫോർ ദ ടോപ്പ് 3 സ്റ്റുഡൻസ് രജിസ്റ്റേർഡ് ഫ്രം ഈച്ച് സ്കൂൾ ഓൺ 15th December 2022. 15th ഡിസംബറിനാണ് എന്ത് ചെയ്യുക, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റേജ് 2 ടെസ്റ്റ് നടക്കുന്നത്. ഓൺലി ദ സ്കൂൾസ് ദാറ്റ് ഹാവ് കംപ്ലീറ്റഡ് ദ ഫസ്റ്റ് സ്റ്റേജ് ഷാൾ ബി എലിജിബിൾ ഫോർ ദ സെക്കൻഡ് സ്റ്റേജ്. ഡയറക്റ്റ് ആയിട്ടുള്ള എൻട്രിക്കുള്ള ഓപ്ഷൻ ഒന്നുമില്ല. ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ് വരുന്ന ആളുകൾക്ക് എവിടെയൊക്കെ ഓപ്ഷൻ ഉള്ളൂ, സെക്കൻഡ് സ്റ്റേജിലോട്ടുള്ള ഓപ്ഷൻ ഉള്ളൂ. ദെൻ the detailed modalities of conduct of the test shall be communicated to the schools that have registered class 8 to 10 students for the challenge. നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നിങ്ങളുടെ സ്കൂൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഓൺ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ദ സെക്കൻഡ് ലെവൽ കമ്പ്യൂട്ടർ ടെസ്റ്റ് ടോപ്പ് 100 സ്റ്റുഡൻസ് ഫ്രം ഈച്ച് CBSE റീജിയൻ വിൽ ബി ഗിവൺ മെറിറ്റ് സർട്ടിഫിക്കറ്റ് എന്നുള്ള, അതായത് 3 സ്റ്റുഡൻസിനെ വെച്ചിട്ടായിരിക്കും നാഷണൽ ലെവൽ നടത്തുക. അതിൽ സെലക്ട് ചെയ്യപ്പെടുന്ന ടോപ്പ് 100 സ്റ്റുഡൻസിന് അവരെന്ത് ചെയ്യുന്നുണ്ട്, മെറിറ്റ് സർട്ടിഫിക്കറ്റ് ഓരോ റീജിയനിലും ഓരോ റീജിയനിലുള്ള ഫ്രം ഈച്ച് CBSE റീജിയൻ എന്നാണ് പറഞ്ഞത്. അവിടുന്ന് ഓരോ റീജിയനിലുള്ള ആളുകൾക്ക് എന്ത് കിട്ടും, ടോപ്പ് സ്റ്റുഡൻസിന് മെറിറ്റ് സർട്ടിഫിക്കറ്റ് അവരെന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇതൊക്കെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി ഇതിന്റെ ഫീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഫസ്റ്റ് ലെവലിൽ എന്തില്ല, ഫീസും കാര്യങ്ങളൊന്നുമില്ല, സ്കൂളുകൾ ഡയറക്റ്റ് രജിസ്റ്റർ ചെയ്താൽ മതി. സെക്കൻഡ് ലെവലിലാണെങ്കിൽ 900 rupees ഉണ്ട്. 900 ഷാൾ ബി ചാർജ് ഫോർ അപ്പിയറിംഗ് ഇൻ ദ ചലഞ്ച്. അറ്റ് ദ സെക്കൻഡ് ലെവലിൽ എന്തുണ്ട്, ഫീ ഉണ്ട് എന്നുള്ളതാണ്. സോ ഫീസ് വിൽ ബി അക്സെപ്റ്റഡ് ഓൺലി ത്രൂ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, NEFT അറ്റ് ദ ടൈം ഓഫ് രജിസ്ട്രേഷൻ. ഫീ വൺസ് പെയ്ഡ് ഷാൾ നോട്ട് ബി റീഫണ്ടബിൾ. പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, അതിന്റെ റീഫണ്ടും കാര്യങ്ങളൊന്നും ചോദിച്ച് പോകാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ഒരു വൺസ് പേ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ റീഫണ്ടബിൾ അല്ല. പിന്നെ നിങ്ങൾക്ക് അതിന്റെ മോഡ് ഓഫ് പേയ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് സെക്കൻഡ് സ്റ്റേജിന് മാത്രമേ ഉള്ളൂ, സെക്കൻഡ് ലെവലിനേ ഉള്ളൂ. ഫസ്റ്റ് ലെവലിന് എന്തില്ല, നിങ്ങൾക്ക് ഫീയോ കാര്യങ്ങളോ ഒന്നും വേണ്ട എന്നുള്ളതാണ്. ഇനി റെക്കഗ്നിഷൻ ഓഫ് സ്കൂൾസ് പ്രൊമോട്ടിംഗ് ദ ചലഞ്ച്, അതായത് ഈ ഒരു ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരുപാട് സ്കൂളുകൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 10 schools ഫ്രം ഈച്ച് റീജിയൻ വിത്ത് മാക്സിമം നമ്പർ ഓഫ് സ്റ്റുഡന്റ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ് ഷാൾ ബി ഗിവൺ ആൻ അപ്രീസിയേഷൻ സർട്ടിഫിക്കറ്റ് ബൈ ദ ബോർഡ് എന്നുള്ളതാണ്. അതായത് ഒരുപാട് ആളുകൾ, ഒരുപാട് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പല സ്കൂളുകൾ ഉണ്ടായിരിക്കും. അതിൽ 10 schools ഫ്രം ഈച്ച് റീജിയൻ, ഓരോ റീജിയനിൽ നിന്നുള്ള 10 schools എങ്ങനെ സെലക്ട് ചെയ്യുന്നത്, മാക്സിമം സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന, മാക്സിമം സ്റ്റുഡൻസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള 10 schools എന്ത് ചെയ്യും, ഓരോ റീജിയനിലും സെലക്ട് ചെയ്യും. അവർക്ക് എന്ത് ചെയ്യും, ഒരു അപ്രീസിയേഷൻ സർട്ടിഫിക്കറ്റ് CBSE എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, ഇനി ഇതുമായിട്ട് റിലേറ്റഡ് ഉള്ള എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മെയിൽ ID ഇവിടെ കൊടുത്തിട്ടുണ്ട്, subhash_garg@cbseshiksha.in, അല്ലെങ്കിൽ ഈ ഒരു നമ്പറിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റും. ഇതുമായിട്ട് റിലേറ്റഡ് ഉള്ള എന്ത് ഡൗട്ട്സ്, എന്ത് ക്വയറീസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മെയിൽ IDയിലോ ഈ ഒരു നമ്പറിൽ എന്ത് ചെയ്യാൻ പറ്റും, കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നുള്ള. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചലഞ്ചിന്റെ ഒരു ബേസിക് ഔട്ട്ലൈൻ എന്നുള്ളത്. അപ്പോൾ മാത്തമാറ്റിക്സ് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ, മാത്തമാറ്റിക്സ് സ്കില്ലുള്ള ആളുകളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കാര്യമാണ്. CBSE ഡയറക്റ്റ് ആയിട്ട് നടത്തുന്ന ഒരു ചലഞ്ചാണ്. ഈ വർഷത്തെ ചലഞ്ച് വളരെ ഒരുപാട് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ഒരു നിലവാരം എത്ര മാത്രം ഉണ്ട്, നിങ്ങളുടെ ക്വാളിറ്റി എത്ര മാത്രം ഉണ്ട് എന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്, ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മിസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള എക്സാമുകളിലെല്ലാം നമ്മൾ കാണുന്നത്, അതിന്റെ സിലബസ് നോക്കിയപ്പോഴും എല്ലാം കാണുന്നത് എന്താണ്, ഫണ്ടമെന്റൽ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം സ്ട്രോങ് ആക്കേണ്ടത് അല്ലെ, ബേസിക് കാര്യങ്ങൾ സ്ട്രോങ് ആക്കണം. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഓൾറെഡി XandYയുടെ യൂട്യൂബ് ചാനൽ വഴിയും അതുപോലെ തന്നെ ബാക്കിയുള്ള റിസോഴ്സ് വഴിക്ക് നമ്മൾ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. XandYക്ക് മാത്തമാറ്റിക്സിലെ ഫണ്ടമെന്റൽ കാര്യങ്ങൾ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ ഇനി മാത്സിലെ ബേസിക് കാര്യങ്ങൾ അറിയാതെ ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ട് തന്നെ XandY ഒരു ബേസിക് മാത്ത് കോഴ്സ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, ഫാൾ ഇൻ ലവ് വിത്ത് മാത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് മാത്തമാറ്റിക്സിലെ ഫണ്ടമെന്റൽ കാര്യങ്ങൾ കംപ്ലീറ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ ടീച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ ഈ ഒരു സിലബസ് നോക്കിയേ, നമ്മൾ നേരത്തെ കണ്ടതുപോലെയുള്ള ഫണ്ടമെന്റൽ കാര്യങ്ങൾ, നമ്പർ സിസ്റ്റം, അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്, എക്സ്പോണൻസ്, റാഷണൽ നമ്പേഴ്സ്, HCF ആൻഡ് LCM, റേഷ്യോ, പെർസെന്റേജ്, ആൾജിബ്ര, ബേസിക് ജോമെട്രി, ഇങ്ങനെ മാത്തമാറ്റിക്സിൽ നിങ്ങൾ ഫണ്ടമെന്റലി അറിയേണ്ട കംപ്ലീറ്റ് കാര്യങ്ങൾ ജസ്റ്റ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ ക്രിസ്പ് ആയിക്കൊണ്ട് സമ്മറൈസ് ചെയ്തുകൊണ്ട് അവതരിപ്പിച്ചിട്ടുള്ള ഒരു കോഴ്സാണ് നമ്മുടെ ബേസിക് മാത്ത് കോഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഏത് എക്സാമുകളാണെങ്കിലും ഏത് ചലഞ്ച് ആണെങ്കിലും അതിനെല്ലാം യൂസ്ഫുൾ ആവുന്ന ഒരു കോഴ്സ് ആയിരിക്കും. അപ്പോൾ അതിൽ ഈ സിലബസുകളൊക്കെ എന്താണ്, ഓൾറെഡി കവേർഡ് ആണ്. പിന്നെ ഇതെല്ലാം ഓരോ ടോപ്പിക്കും ഷോർട്ട് വീഡിയോസ് ആയിട്ട് 10 മിനിറ്റ്സിന്റെയും 5 മിനിറ്റ്സിന്റെയും ഷോർട്ട് വീഡിയോസ് ആയിട്ട് ബോറിംഗ് ഇല്ലാതെ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ആപ്പിലൂടെ നമ്മൾ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഓരോ വീഡിയോസിന് ശേഷം എന്തുണ്ട്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. അത് 1-2 പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല, 300+ ക്വസ്റ്റ്യൻസ് നമ്മുടെ ആപ്പിൽ മാത്രമായിട്ടുണ്ട്. അതിന് പുറമെ അഡീഷണലി 500+ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു 1000ഓളം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും,
ഫണ്ടമെന്റൽ കാര്യങ്ങളിൽ നിന്ന് ബേസിക് കാര്യങ്ങളിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് എക്സ്പേർട്സ് ആയി മാറാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ അസസ്മെന്റ് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിറ്റി തന്നെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള അസസ്മെന്റ് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. ആനിമേഷൻസ് ആൻഡ് ഇല്ലസ്ട്രേഷൻസ് യൂസ് ചെയ്തിട്ടും അതുപോലെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഉപയോഗിച്ചിട്ടുമാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പോകുന്നത്, സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് മെമ്മറൈസ് ചെയ്യാൻ പറ്റും, കാര്യങ്ങളുടെ ഐഡിയ മനസ്സിലാക്കാൻ പറ്റും, ലോജിക് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഫോളോ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് കവർ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിന്റെ ടീച്ചേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഞാനാണ് അതിൽ ഒരു പോർഷൻ എടുക്കുന്നത്. എൻ്റെ പേര് അസീം എന്നാണ്. ഞാനാണ് അതിൽ ഒരു പോർഷൻ എടുക്കുന്നത്. പിന്നെ നമ്മുടെ അജ്മൽ സർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ലളിത മാം എന്തുണ്ടായിരിക്കും, അതിൻ്റെ ഒരു പോർഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു കോഴ്സിൽ ഉണ്ടായിരിക്കും. പിന്നെ മാത്രമല്ല, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള AGC പോലെയുള്ള ചലഞ്ചുകളല്ലാതെ തന്നെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു കോഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു എക്സാം വൈഡ് ഒരു മാത്ത് ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ നടത്തുന്നുണ്ട്. ആ മാത്ത് ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ സെലക്ട് ചെയ്യുന്ന 200 സ്റ്റുഡൻസിന് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള വളരെ ഹൈ പൊസിഷനിൽ നിൽക്കുന്ന പല ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ISRO സയന്റിസ്റ്റ് പോലെയുള്ള എയിംസിൽ നിന്ന് ഡോക്ടറായി ഇറങ്ങിയിട്ടുള്ള IIT നിന്ന് എഞ്ചിനീയർ ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഫസ്റ്റ് 200 സ്റ്റുഡൻസിന് എന്ത് ചെയ്യാൻ പോകുന്നത്, കിട്ടാൻ പോകുന്നത്. മാത്രമല്ല ആ 200 സ്റ്റുഡൻസിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന ടോപ്പ് 10 സ്റ്റുഡൻസിന് പിന്നീടും വേറെയും ഓപ്പർച്യൂണിറ്റീസും സ്കോളർഷിപ്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ബേസിക് മാത്ത് കോഴ്സിന് നമ്മൾ ഇട്ടിട്ടുള്ള ഒരു ഫീ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ഒരു ക്യാഷ് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ഒരു ഫീ ആയിട്ട് കൊടുത്തിട്ടുള്ളൂ. ജസ്റ്റ് 1000 rupees, 999 rupees മാത്രമാണ് എന്ത് ഇത്രയും ഫണ്ടമെന്റൽ കാര്യങ്ങൾ ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിപ്പിക്കുന്ന ഈ ഒരു കോഴ്സിന് ഫീ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അല്ലെ, ജസ്റ്റ് നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കുന്ന ക്യാഷ് പോലും എന്തില്ല, ഇത്രയും ഫണ്ടമെന്റൽ കാര്യങ്ങൾ എല്ലാം കൺക്ലൂഡ് ചെയ്തിട്ടുള്ള സമ്മറൈസ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സിന് ഇല്ല എന്നുള്ളതാണ് സത്യം. ഇനി നിങ്ങളൊരു ടീം ഓഫ് 3 ആയിട്ട് വരികയാണെങ്കിൽ, 3 പേര് ഒരുമിച്ച് വരികയാണെങ്കിൽ ഒരാൾക്ക് എത്രയേ ഉള്ളൂ, 799 rupees മാത്രമേ എന്ത് ചെയ്യാനുള്ളൂ, അതിന് കോസ്റ്റ് ആയിട്ട് വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് അതിന്റെ ഒരു കോഴ്സ് ഡീറ്റെയിൽസ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടായിരിക്കും. ആ ലിങ്ക് വഴി എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഈ നമ്പറുകളായിട്ട് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ XandY Plus ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, നമ്മുടെ പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ്പിൾ സ്റ്റോറിലൊക്കെ എന്തുണ്ട്, XandY Plus എന്ന് പറയുന്ന നമ്മുടെ ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ കയറി കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിഫറെന്റ് കോഴ്സുകളും കാര്യങ്ങളും ഇതേപോലെ കാണാൻ പറ്റും. അതിൽ ബേസിക് മാത്ത് കോഴ്സ് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് അവിടുന്ന് തന്നെ പേയ്മെന്റ് നടത്തിയിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പോൾ അതിലുള്ള കണ്ടന്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും. ഇതേപോലെ ഓരോ ടോപ്പിക്സ് ഉണ്ടായിരിക്കും, അതിന്റെ വർക്ക്ഷീറ്റും കാര്യങ്ങളൊക്കെ എവിടെ ഉണ്ടായിരിക്കും, നമ്മുടെ ആപ്പിൽ ഉണ്ടായിരിക്കും. മാത്രമല്ല XandY Plusന്റെ ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സ്റ്റഡി മെറ്റീരിയൽസും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ അതുപോലെ AGCയുടെ മാത്രമല്ല, ഇതുപോലത്തെ നിങ്ങളുടെ ബോർഡ് എക്സാമിന് വേണ്ട മെറ്റീരിയൽസും കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ട മെറ്റീരിയൽസും ഇതുപോലത്തെ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻസും എല്ലാം എവിടെ അവൈലബിൾ ആണ്, നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. സോ XandY Plus പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. സ്റ്റഡി മെറ്റീരിയൽസ് ഫ്രീ ആയിട്ട് അക്സസ് ചെയ്യാം. മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ആര്യഭട്ട ഗണിത് ചാലഞ്ചിന് ആരെങ്കിലും ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സ്കൂളുകാരുമായിട്ട് ബന്ധപ്പെടുക. സ്കൂളിനോട് എന്ത് ചെയ്യാൻ പറയാം, രജിസ്റ്റർ ചെയ്യാൻ പറയാം. മാക്സിമം സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സ്കൂളിനും എന്ത് ചെയ്യുന്നുണ്ട്, CBSE ഒരുപാട് റെക്കഗ്നിഷൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നാഷണൽ ലെവലിലുള്ള ഒരു ചാലഞ്ചിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യാൻ പാടില്ല, അത് മിസ് ചെയ്യരുത്. അപ്പം പെട്ടെന്ന് തന്നെ സ്കൂളുമായിട്ട് ഇൻഫോം ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർക്ക് ഇൻഫോം ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയും എന്ത് ചെയ്യുക, അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഞാനിപ്പോൾ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം വളരെ കൃത്യമായിട്ടുള്ള ഇതിന്റെ PDF നോട്ടിഫിക്കേഷൻ CBSE ഇറക്കിയ നോട്ടിഫിക്കേഷൻ നമ്മുടെ ആപ്പിലുണ്ട്. XandY Plus ആപ്പിൽ കയറിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് അവിടുന്ന് അക്സസ് ചെയ്യാൻ പറ്റും. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരാം. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.